ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ജോഗ്രഫി പോർഷനായിരുന്നു. നമുക്ക് എക്കണോമിക്സിൻ്റെ കുറച്ച് പോർഷൻസ് ചെയ്യാം. അപ്പോൾ എക്കണോമിക്സിൽ ഫസ്റ്റ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പുതിയൊരു പോർഷനാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ കൊടുത്താൽ മതി. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, റിസോഴ്സ്. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ എ നീഡ്. അതായത് ഒരു ആവശ്യം നിറവേറ്റാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസ് വേണ്ടിവരും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഉള്ള സാധനങ്ങളെയാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ടു അലോക്കേറ്റ് ദ സ്കെയർ റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദി ഡിമാൻഡ് ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമുണ്ടാവും. അത് കുറവാണെങ്കിൽ അതിന് എങ്ങനെ ആവശ്യാനുസരണം, അതായത് ഡിമാൻഡും എത്ര മെറ്റീരിയൽസ് ഉണ്ട് അതിനെ വെച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഒയ്ക്കണോസ് അല്ലെങ്കിൽ ഒയ്ക്കണോമിയ എന്ന മീനിങ് ആണ് ഈ എക്കണോമിക്സിൻ്റെ ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് വരുന്നത്. ഒയ്ക്കോസ് ഓർ പ്ലസ് നോമോസ്. ഒയ്ക്കോസ് മീൻസ് ഹൗസ് ഹോൾഡ്, അതായത് നമ്മുടെ കുടുംബകാര്യങ്ങൾ. നോമോസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ്, അതായത് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചാണ് എക്കണോമിക്സ്. നെക്സ്റ്റ് ടേമാണ് എക്കണോമി. എക്കണോമി മീൻസ് അപ്ലൈയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ. അതായത് ഏത് പ്രദേശത്തെയാണോ നമ്മൾ ഈ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ അപ്ലൈ ചെയ്യണത് ആ ഭാഗത്തിനെയാണ് നമ്മൾ എക്കണോമി എന്ന് പറയുന്നത്. ആ സ്ഥലം, അതായത് ഒരു പ്രദേശത്തെ എക്കണോമി, ഇന്ത്യൻ എക്കണോമി അങ്ങനെ പറയില്ലേ. ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്താണ്. ആദം സ്മിത്ത് പൊളിറ്റിക്കൽ എക്കണോമിയിലും വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഫാദർ ഓഫ് എക്കണോമിക്സ്, ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ബുക്സാണ് തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്, അതുപോലെ തന്നെ ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. 1776 രണ്ടാമത്തെ ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫാദർ ഓഫ് എക്കണോമിക്സ് ചോദിക്കാൻ ചാൻസുള്ളതാണ് ആദം സ്മിത്താണ്. എക്കണോമിക്സിൻ്റെ മെയിനായിട്ടുള്ള 2 തിയറീസാണ് നമ്മൾ ലേസീസ് ഫെയർ തിയറി, പിന്നെ ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് മാർക്കറ്റ് തിയറി. രണ്ടും ആദം സ്മിത്ത് കൊണ്ടുവന്ന തിയറീസാണ്. എക്കണോമിക്സിന് 3 തരത്തിലുള്ള ഡെഫിനേഷൻസ് ഉണ്ട്. ഒന്ന് ഗ്രോത്ത് ഡെഫിനേഷൻ, രണ്ടാമത്തെ സ്കാർസിറ്റി ഡെഫിനേഷൻ, മൂന്നാമത്തെ വെൽഫെയർ ഡെഫിനേഷൻ. അതിൽ ഗ്രോത്ത് ഡെഫിനേഷൻ ഫോർവേഡ് ചെയ്തിരിക്കുന്നത് പോൾ സാമുവൽസൺ ആണ്. സ്കാർസിറ്റി ഡെഫിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ലയണൽ റിബൺസ് ആണ്. മൂന്നാമത്തേതായിട്ട് വെൽഫെയർ ഡെഫിനേഷൻ അത് കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്.